ഒരു നാൾ കർത്താവ് പറഞ്ഞു, സഹോദരങ്ങളെ, എല്ലാ വിധിയും പിതാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് എല്ലാ കാര്യങ്ങളിലും വിധി പ്രഖ്യാപിക്കുകയായിരുന്നോ അവിടുന്ന്? നമുക്ക് പരിശോധിക്കാം. വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവിന് മുമ്പിൽ ഫരിസേയർ കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവന്നു. യേശുവിൻ്റെ മറുപടി കേട്ടപ്പോഴോ അവിടുത്തെ കണ്ണിൽപ്പെടാതെ ഓരോരുത്തരായി സ്ഥലം വിട്ടു. കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമ്മോടും കർത്താവ് പറയുന്നത് ഇത് തന്നെയാണ്. നിന്നെ ഞാൻ വിധിക്കുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥം ചെയ്തു പോയ പാപത്തിൻ്റെ ഗൗരവം കുറവാണെന്നോ ഇനിയും അത് ആവർത്തിക്കുന്നതിൽ തെറ്റില്ലെന്നോ അല്ല. കർത്താവ് വിധിക്കുന്നില്ല. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, മേലിൽ പാപം ചെയ്യരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു വചനമുണ്ട്. ഇനിയും പാപം ചെയ്യുകയാണെങ്കിൽ അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിച്ചെന്ന് വരാം. ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്ന അവസരത്തിലാണ് കർത്താവ് അത് ചേർത്ത് പറഞ്ഞത്. എല്ലാവരും പാപം ചെയ്തവരാണ്. പാപം ചെയ്യാത്തവരായി ലോകത്തിൽ ആരും തന്നെ ഇല്ല. എല്ലാവരും അനുതപിക്കേണ്ടവരുമാണ്. അനുതപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നെന്നാണ് യേശു നൽകുന്ന സന്ദേശം. സമയമായിരിക്കുന്നു എന്ന് അനുതപിക്കാൻ കുറേ കൂടി സമയം വേണമെന്നാണെങ്കിൽ അത് അനുവദിച്ചു തരാനും സന്നദ്ധനാണ് കർത്താവ്. മുന്തിരിത്തോട്ടത്തിനരികിൽ അത്തിമരം വച്ചുപിടിപ്പിച്ച കൃഷിക്കാരൻ്റെ ഉപമയിലൂടെ കർത്താവ് അത് വ്യക്തമാക്കുന്നുമുണ്ട്. കായ്ക്കാത്ത അത്തിമരത്തെ ഓർത്ത് സങ്കടപ്പെടുന്ന കൃഷിക്കാരൻ എന്നാലും വീണ്ടും അതിനവസരം കൊടുക്കുകയാണ്. ചുവട് കിളച്ച് വെള്ളവും വളവും നൽകിയാണ്. കാത്തിരിക്കാം, അടുത്ത വർഷം കായ്ച്ചാലോ. ഈ അവസരം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, അവിടുത്തെ രണ്ടാം വരവിനായി നാം തയ്യാറെടുക്കുന്നുണ്ടോ? ആത്മപരിശോധന ചെയ്യാം. ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമോ അതോ അല്ലയോ? നമ്മൾക്ക് നമ്മെ തന്നെ പരിശോധിക്കാം, തിരിച്ചറിയാം, തിരുത്താം, നമ്മുടെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാം. തക്ക സമയത്ത് അനുതപിക്കുന്നില്ല എന്നാൽ അത് നാശത്തിന് കാരണമാകും. വിധിച്ചേക്കാം എന്നല്ല, കുറെ കൂടി സമയം കൊടുക്കാം എന്നാണ് കർത്താവ് നമ്മൾക്ക് തരുന്ന സന്ദേശം. നമുക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് കണ്ടിരിക്കുന്നു. സമയം, ഇനിയും സമയം നീട്ടി തന്നിരിക്കുന്നു. എന്നാൽ ഇനി വൈകിക്കൂടാ. സഹോദരങ്ങളെ, ഇതാണ് രക്ഷയുടെ സമയം. അനുതപിക്കാം, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റമുണ്ടാക്കാം. ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് നമ്മെ അനുതാപത്തിനായി ആഹ്വാനം ചെയ്യുന്നത്. അനുതപിക്കുന്ന ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു.